ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ കാറിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ കാറിൻ്റെ AC ഗ്യാസ് ലീക്കേജായിട്ട് ഞാനത് ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ഗ്യാസ് ലീക്കേജും പ്രഷർ ടെസ്റ്റിങ്ങും ഒക്കെ ചെക്ക് ചെയ്തു. അപ്പോൾ അന്ന് ലീക്കൊന്നും കണ്ടില്ല. പക്ഷേ എൻ്റെ കാറിൻ്റെ ആ ഒരു കംപ്രസറിൻ്റെ കംപ്രസറിൻ്റെ ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് ലീക്കായിട്ട് പോയി. അങ്ങനെ ഓട്ടത്തിൽ ഇത് പിസ്റ്റൻ കയറി പിടിച്ചു. ഞാൻ അതിൻ്റെ കൂളിംഗ് കോയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്, കണ്ടൻസർ ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ റേഡിയേറ്റർ അഴിച്ചിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ടാണ് കേട്ടോ. എന്നെ സഹായിക്കാൻ ഇതിൻ്റെ ഇൻസൈഡിൽ ഇത് അഴിച്ചെടുക്കാനായിട്ട് എന്നെ സഹായിച്ചിരിക്കുന്നത് ഉണ്ണികൃഷ്ണനാണ്. കാറിൻ്റെ ഒരു മെയിൻ ടെക്നീഷ്യനാണ്. കാറിൻ്റെ ഇങ്ങനെയുള്ള അക്സസറീസിൻ്റെയൊക്കെ അതുപോലെ തന്നെ എക്സ്ട്രാ ഫിറ്റിങ്സ്, ക്യാമറ ഫിറ്റിങ്സ് ഒക്കെ ചെയ്യുന്ന ഒരു ഉണ്ണികൃഷ്ണനാണ്. ഗാലക്സി എന്നാണ് കരുനാഗപ്പള്ളിയിലെ വർക്ക്ഷോപ്പിൻ്റെ അവരുടെ പേര്. അപ്പോൾ അതിൻ്റെ മെയിൻ ടെക്നീഷ്യനാണ്, നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്, എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഇൻസൈഡ് കംപ്ലീറ്റ് അഴിച്ച് എനിക്ക് കൂളിംഗ് കോയിലൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ണികൃഷ്ണൻ ഞാനുമായിട്ടുള്ള ആദ്യത്തെ പാർട്ട് ഇതിനകത്ത്. അപ്പോൾ 2-3 പാർട്ടായിട്ട് ഞാനിത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ തുടർന്ന് കാണാം. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ വാഹനം, എൻ്റെ വാഹനം ഇതാണ്. സുസുക്കിയുടെ A-Star എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഏകദേശം 12 വർഷം പഴക്കമുള്ള ഒരു വാഹനമാണിത്. അപ്പോൾ ഇതിനകത്ത് ഇതുവരെയും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞിടയ്ക്ക് ഇതിൻ്റെ കൂളിങ്ങിന് ചെറിയൊരു കുറവൊക്കെ വന്നു. അപ്പോൾ ഞാനത് നേരെ നമ്മുടെ ഒരു അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ കാണിച്ചു. അപ്പോൾ അത് അവിടെ പ്രഷർ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്തു. അതിന് കുറേ നേരമൊക്കെ ചെക്ക് ചെയ്തപ്പോൾ അതിനകത്ത് ലീക്കില്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് വന്നു. പക്ഷേ എന്നാലും ഗ്യാസ് ലീക്കേജ് ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം ഉള്ളിലൊരു ചെറിയ ഓയിലിൻ്റെ മണവും കാര്യങ്ങളുമൊക്കെ നമ്മുടെ ഇൻസൈഡിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻസൈഡ് കൂളിംഗ് ഓയിലിന് ലീക്ക് ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ അത് കാലക്രമേണ അത് സ്റ്റാൻഡ് ബൈയിലൊക്കെ നിൽക്കുന്ന സമയത്ത്, അതായത് നമ്മൾ വണ്ടി ഉപയോഗിക്കാതിരിക്കുന്ന സമയത്തൊക്കെ ആയിട്ട് പതിയെ അത് ലീക്കായി ഗ്യാസ് പോകാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനത് വർക്ക്ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞപ്പം വീണ്ടും ഒരു ഗ്യാസൊക്കെ ഫില്ല് ചെയ്ത് തന്നു. പ്രശ്നമൊന്നുമില്ല, തണുക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ. പക്ഷേ അത് വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും പോയി. അപ്പോഴാണ് ഒരു ദിവസം ഞാൻ ഇതിൽ യാത്ര ചെയ്ത് പോകുന്നത്. അന്നേരം അത്യാവശ്യം ചെറിയൊരു കൂളിംഗൊക്കെ ഉണ്ട്. എന്നാലും യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം എഞ്ചിനൊക്കെ നല്ല ടഫായിട്ട് പിടിച്ച് ടൈറ്റ് ചെയ്ത് നിർത്തുന്ന പോലെ ഒരു വൈബ്രേഷൻ കാര്യങ്ങളും ഒരു സൗണ്ടും ഒക്കെ വന്നു. അപ്പോൾ അങ്ങനെ വാഹനം ഞാൻ നിർത്തി. ഫ്രണ്ട് സൈഡിൽ ഇത് അഴിച്ചൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് മനസ്സിലായി AC ആണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ കംപ്രസർ ജസ്റ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എഞ്ചിൻ ഓഫ് ആവുന്ന രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം വന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും വർക്ക്ഷോപ്പിൽ കാണിച്ച് കഴിഞ്ഞാൽ പറഞ്ഞ് കംപ്രസർ പിസ്റ്റൻ കയറി പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവരും പറഞ്ഞത്. ഒന്നുകിൽ അതിൻ്റെ ബെയറിങ് എയർ സ്ട്രക്ക് ആയിരിക്കുന്നു, ഇല്ലെന്നുണ്ടെങ്കിൽ പിസ്റ്റൻ കയറി പിടിച്ചു. അപ്പോൾ ലാസ്റ്റ് എൻ്റെ ഒരു നിഗമനം എന്ന് പറഞ്ഞാൽ ഓയിലിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ട് ഓയിൽ ചിലപ്പം കുറഞ്ഞതാവാം, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ വന്ന് പിസ്റ്റൻ കയറി പിടിച്ചാവാം. അപ്പോൾ അത് ഞാൻ എൻ്റെ വിദഗ്ധന്മാരെന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആൾക്കാരോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് പിസ്റ്റൻ കയറി പിടിക്കാറുണ്ട് ഓയിൽ വല്ലതും കുറഞ്ഞാൽ, അല്ലാതെ കംപ്രസറിന് അങ്ങനെ കംപ്ലയിൻസുകൾ വരാറില്ല എന്നുള്ളതാണ്. കാരണം കംപ്രസറിന് ഏകദേശം 12,000 രൂപ ആ ഒരു റേഞ്ചിലൊക്കെ വിലയുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഈ ഒരു ക്വാളിറ്റി ഉള്ളൊരു കംപ്രസറാണ് വണ്ടിക്ക് അതൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് നമുക്ക് റീകണ്ടീഷൻ ചെയ്യുന്നത് വളരെ അപൂർവമായ ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ റീകണ്ടീഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളൂ. പക്ഷേ നമുക്ക് കേരളത്തിന് പുറത്തായിട്ട് ഇതിന് കൂടുതലായിട്ടും എങ്ങനെ റിപ്പയറിങ് കാര്യങ്ങളും അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് വരുന്നതൊക്കെ അവർ പരിഹരിച്ച് തരാറുണ്ട്. അതായത് മറ്റുള്ള കംപ്രസറിൽ നിന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് പിസ്റ്റണൊക്കെ ബോർ ചെയ്തൊക്കെ എടുത്ത് ചെയ്യാറുണ്ടെന്നാണ് കേൾവി. അപ്പോൾ അങ്ങനെ നാട്ടിലെ കംപ്രസറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ചോദിച്ചപ്പോൾ 12,000 രൂപയാണ് വില പറഞ്ഞത്. അങ്ങനെ ഡൽഹിയിലുള്ള നമ്മുടെ സുഹൃത്തുണ്ട്, റജി എന്ന് അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കുകയുണ്ടായി ഈ വിവരങ്ങളൊക്കെ. അപ്പോൾ കൂളിംഗ് കോയിൽ ലീക്കുണ്ട്, കംപ്രസർ പോയി, അതുപോലെ തന്നെ ഇത് രണ്ടും മാറുന്ന സമയത്ത് നമുക്ക് കണ്ടൻസർ മാറണം. അപ്പോൾ ഇത് മൂന്നും കൂടെ നമുക്ക് മാറുമ്പോൾ ഏകദേശം ഒരു 25,000 രൂപയ്ക്ക് അടുത്തുള്ള കോസ്റ്റ് വരുന്നുണ്ട് ഇത് മൊത്തം. അതായത് നമ്മളൊരു വർക്ക്ഷോപ്പിൽ കൊടുത്ത് ചെയ്യുമ്പോഴത്തേന് ഈ 3 സാധനം പുതിയത് വാങ്ങിച്ച് ഇതെല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് 25,000 കോസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ ഡൽഹിയിലുള്ള നമ്മുടെ സുഹൃത്ത് റജിയെ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് അവിടുന്ന് തന്നെ, അതായത് ഡൽഹിയിൽ ഈ മാർക്കറ്റിലൊക്കെ പൊളിക്കുന്ന മാർക്കറ്റിലുണ്ട്, പഴയ വാഹനങ്ങളൊക്കെ പൊളിക്കുന്ന മാർക്കറ്റിലുണ്ട്, അവിടെ പോയി അന്വേഷിക്കട്ടെ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഷിബു എന്ന് പറഞ്ഞ ചേട്ടൻ. അവർ തമ്മിൽ പോയി കഴിഞ്ഞപ്പോൾ ഇതുപോലൊരു വാഹനം അവിടെ ഒരു വർക്ക്ഷോപ്പിൽ ഇതുപോലെ കിടക്കുന്നുണ്ട് പൊളിക്കാനായിട്ട്. അങ്ങനെ അവരത് വണ്ടി ഓണാക്കി നോക്കി AC ഒക്കെ ടെസ്റ്റ് ചെയ്തു, നല്ല കൂളിങ്ങാണ്. അങ്ങനെ അവരോട് സെക്കൻഡ് ഹാൻഡ് ഇരിക്കുന്ന കംപ്രസറും അതിൻ്റെ കൂളിംഗ് കോയിലും അവർ സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് അവിടുന്ന് വാങ്ങിക്കുകയുണ്ടായി. അവർ തന്നെ ഇത് അഴിച്ച് കൊടുത്തു. അങ്ങനെ നമ്മുടെ റജിച്ചായന് നാട്ടിൽ വന്നപ്പോൾ എനിക്ക് കൂളിംഗ് കോയിലും കംപ്രസറും എൻ്റെ കയ്യിൽ എത്തിച്ചു. വളരെ നിസ്സാര ഒരു വിലയ്ക്കാണ് എനിക്കിത് കൊണ്ടു തന്നത്. അപ്പോൾ അദ്ദേഹത്തിനുള്ള ഒരു പ്രത്യേക നന്ദി ഇതിനകത്ത് പറയുകയാണ്.
അങ്ങനെ ഞാൻ നമ്മുടെ ഗാലക്സി ഉണ്ണിയെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ സാധനമൊക്കെ എത്തിയിട്ടുണ്ട്, നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് തരണം, കൂളിംഗ് കോയിൽ സെറ്റ് ചെയ്ത് തരണം ഫസ്റ്റ്. എനിക്കത് സെറ്റ് ചെയ്തതിന് ശേഷമേ ബാക്കിയുള്ള പരിപാടിയൊക്കെ നടക്കത്തുള്ളൂ. അപ്പം ബാക്കിയുള്ള വർക്കുകളൊക്കെ ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്യാം എന്നുള്ളൊരു നിഗമനത്തിലാണ്. കാരണം അത്യാവശ്യം നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് ഞാൻ ചോദിക്കുകയുണ്ടായി കാര്യങ്ങൾ വിവരങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യണം. അപ്പോൾ ആലപ്പുഴയുള്ള നമ്മുടെ തേജോ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്, ചേട്ടനെ വിളിച്ച് ഞാൻ സംസാരിക്കുകയുണ്ടായി. അവരൊക്കെ എന്ന് പറഞ്ഞാൽ വാഹനങ്ങളുടെ AC-യുടെയൊക്കെ സ്പെഷ്യലിസ്റ്റ് ആളുകളാണ്. അപ്പോൾ ഞാൻ അവരെയൊക്കെ വിളിച്ചിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അതുപോലെ തന്നെ ഡൽഹിയിലും ഒരു സുഹൃത്തുണ്ടായിരുന്നു, അദ്ദേഹത്തെയും വിളിച്ച്, ഒരു നായർ ചേട്ടനുണ്ട്, അദ്ദേഹത്തെയും വിളിച്ച് ഞാൻ സംസാരിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ കുറേ സുഹൃത്തുക്കളുമായിട്ട് ഞാൻ വാഹനങ്ങളുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. കാരണം നമ്മൾ വാഹനത്തിൻ്റെ AC അല്ലാത്ത മറ്റ് AC-കളൊക്കെ നമ്മൾ ഒരുപാട് റിപ്പയർ ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ വാഹനത്തിൻ്റെ AC ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ഫ്രണ്ട് മൊത്തം അഴിച്ചെടുക്കുക, അതായത് സ്റ്റിയറിങ് ഇളക്കാതെ തന്നെ ഉണ്ണി ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് മൊത്തം അഴിച്ചെടുത്ത് തരാം എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ഉണ്ണിയെ നമ്മളിവിടെ വരുത്തിയിരിക്കുന്നത്. ഉണ്ണി പറഞ്ഞ് ഇതൊന്നും പേടിക്കേണ്ട, കൂളിംഗ് കോയിലും പുള്ളി അത് അഴിച്ച് സെറ്റ് ചെയ്ത് തരും. അപ്പോൾ ഉണ്ണി ഒട്ടുമൊക്കെ വാഹനങ്ങളുടെയും ഇതുപോലെ തന്നെ പല വർക്കുകളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ണിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉണ്ണിയെ തന്നെ ഇതിൻ്റെ വർക്കിന് വേണ്ടി വിളിച്ചത്, പുറത്ത് കൊടുക്കാതെ. അപ്പോൾ അങ്ങനെ ഞാനും ഉണ്ണിയും കൂടെ ഞങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ഇത് അഴിച്ച് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് പൂർണ്ണമായിട്ട്. ഇത് ഏകദേശം കുറച്ച് നീളമുള്ള വീഡിയോ ആയതുകൊണ്ട് ഞാനിത് 2-3 പാർട്ടായിട്ട് തന്നെ ഇത് കാണിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ റജിച്ചാനോട്, ഡൽഹിയിലുള്ള റജിച്ചാനോട് വിളിച്ച് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഇതെല്ലാം ചെയ്യുമ്പം നമ്മുടെ വാഹനത്തിൻ്റെ റേഡിയേറ്റർ കൂടി ക്ലീൻ ചെയ്യണം, അതുപോലെ തന്നെ അതിൻ്റെ കൂളൻ്റ് മാറുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമ്മുടെ വാഹനമൊക്കെ ഞാൻ സംസാരിച്ചപ്പം എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു 40,000 കിലോമീറ്ററൊക്കെ ആവുന്ന സമയത്ത് നമ്മുടെ വാഹനങ്ങളുടെ റേഡിയേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യാൻ കൊടുക്കുക. ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ കൂളൻ്റുകൾ മാറുക. കാരണം കൂളൻ്റ് മാറാതിരുന്നാൽ ഇതിനകത്ത് കിടന്നിട്ട് ഇത് അലൂമിനിയം ആയതുകൊണ്ട് അത് പതിയെ പൊടിഞ്ഞ് ലീക്ക് വരാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ റേഡിയേറ്റർ നമുക്ക് അഴിച്ച് കൊടുത്തിട്ട് ക്ലീൻ ചെയ്യിക്കാം. അങ്ങനെ ഞാനിതിൻ്റെ ഈ കൂളൻ്റ് ഇതൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മുടെ AC-യുടെ കണ്ടൻസറിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഇതിൻ്റെ റേഡിയേറ്റർ വരുന്നത്. അപ്പോൾ ആ റേഡിയേറ്റർ ഫാനും ഒക്കെ നമ്മൾ ഇളക്കിയിട്ട് റേഡിയേറ്റർ നമ്മൾ സെപ്പറേറ്റ് ആക്കി അതിൻ്റെ കൂളൻ്റൊക്കെ ഏകദേശം നല്ലൊരു ക്വാണ്ടിറ്റി, ഒരു 3-4 ലിറ്ററൊക്കെ റേഡിയേറ്റർ വെള്ളം അതിനകത്തുണ്ടാവും. അതുപോലെ തന്നെ അത് നമ്മളൊരു ബക്കറ്റിലോ വല്ലതും പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഡ്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ ഒരു റേഡിയേറ്റർ നമ്മൾ ഉപയോഗിച്ചിട്ട് സർവീസ് ചെയ്യുന്ന സ്ഥലമുണ്ട്. ഇത് മാത്രം റേഡിയേറ്റർ ഇളക്കി സർവീസ് ചെയ്ത് അതിൻ്റെ സൈഡൊക്കെ ഊരി എല്ലാം നല്ലവണ്ണം ക്ലീൻ ചെയ്തിട്ട് അതിനെ വീണ്ടും അവർ സെറ്റ് ചെയ്ത് പ്രഷർ ടെസ്റ്റിംഗ് ചെയ്തിട്ട് ലീക്കില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് വീണ്ടും തിരിച്ചു തരും. അപ്പോൾ ഏകദേശം ഒരു 800 രൂപ റേഞ്ചിനടുത്തൊക്കെ നമുക്ക് ഏകദേശം റേഡിയേറ്റർ ക്ലീൻ ചെയ്യുന്നതിനാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു AC-യുടെ വർക്ക് പ്രമാണിച്ച് നമ്മളിത് ഊരിയ സമയത്ത് ഈ ഒരു കാര്യങ്ങളെല്ലാം, അതായത് കംപ്രസർ ചേഞ്ച് ചെയ്യുന്നു, കൂളിംഗ് ഓയിൽ, കണ്ടൻസർ, അതുപോലെ തന്നെ റേഡിയേറ്റർ, കൂളൻ്റ് ഓയിൽ മാറുന്നുണ്ട്, അതുപോലെ കംപ്രസറിനകത്ത് പുതിയ ഓയിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ AC-യുടെ ഇതുപോലെ എന്തെങ്കിലും ഒരു ലീക്കൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ കംപ്രസറിനകത്ത് ഏകദേശം ഈ ഒരു വാഹനത്തിൻ്റെ കംപ്രസറിനകത്ത് 150 മില്ലി അല്ലെങ്കിൽ 140 മില്ലിയോളം ഓയിലിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ ആ ഓയിലെന്ന് പറഞ്ഞാൽ ഈ എന്തെങ്കിലും ഒരു ലീക്ക് വരുന്ന സമയത്ത് അത് ഇതിലേക്ക് കൂടെ ഇപ്പോൾ ഇൻസൈഡിലാവാം, അല്ലെങ്കിൽ കണ്ടൻസറിലാവാം, ഔട്ട് സൈഡിൽ. അപ്പോൾ ഏത് സൈഡിൽ കൂടെ ആണെങ്കിലും ഒരു ഗ്യാസ് ലീക്ക് ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഇത് ഈ ഒരു ഓയിൽ മയം പുറത്തേക്ക് പോകാം, നമ്മുടെ കംപ്രസറിനുള്ളിൽ ഓയിൽ കുറയാം. അതായത് 140 മില്ലിയല്ലേ ഓയിലുള്ളൂ. അപ്പോൾ അതുകൊണ്ടത് പതിയെ കുറയാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ വാഹനത്തിന് ഈ ഒരു മിസ്റ്റേക്ക് പറ്റിയത്. കാരണം എനിക്ക് തോന്നുന്നു നേരത്തെ മുതലേ ഇതുപോലെ ചെറിയ കംപ്ലയിൻസുകൾ കാണാം. അപ്പം ഞാൻ ശ്രദ്ധിക്കാതെ പോയതായിരിക്കാം. പക്ഷേ ഉള്ളിലൊരു ചെറിയ സ്മെല്ല് എനിക്ക് ഉണ്ടായിരുന്നു. രണ്ടാമത് ഞാൻ വർക്ക്ഷോപ്പിൽ കൊടുത്ത് ഫില്ല് ചെയ്യുന്ന സമയത്ത് അവർക്കും ലീക്ക് കണ്ടുപിടിക്കാനാവത്തില്ല. കാരണം മൈന്യൂട്ട് എന്തെങ്കിലും ഒരു ലീക്ക് ആവാം, അതുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ നോക്കാതെ. അപ്പോൾ അങ്ങനെ എനിക്ക് വന്ന ഒരു വൻ നഷ്ടമാണ് കാരണം ഇതിനകത്ത്. കാരണം കംപ്രസർ ഉൾപ്പെടെ കേടായി പോയി എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. എല്ലാം കണ്ടൻസർ പുതിയതാണ്, അതുപോലെ തന്നെ കൂളിംഗ് ഓയിൽ നമ്മുടെ പഴയ വാഹനത്തിൻ്റെത്, കംപ്രസർ പഴയ വാഹനത്തിൻ്റെത്. അപ്പോൾ അങ്ങനെ ഉണ്ണി ഈ ഒരു സാധനം മൊത്തം അഴിച്ചു പറക്കുന്ന ധൃതിയിലാണ് കേട്ടോ. അതായത് വാഹനത്തിൻ്റെ നമ്മൾ കാണുമ്പം ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഏകദേശം വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് പീസ് ആയിട്ടുള്ള പല പാർട്സുകളുണ്ട് കേട്ടോ. ഇതെല്ലാം ലോക്ക് സിസ്റ്റം ഉണ്ട്, സ്ക്രൂ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ കൺട്രോൾ കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട് കേട്ടോ. ഉണ്ണി കംപ്ലീറ്റ് ഇത് ഇരുന്നിട്ട് അരിച്ച് പറക്കി മൊത്തം ഊരിയെടുക്കുന്നുണ്ട്. ഞാനും
അതിശയിച്ചു. കാരണം ഇത്രയും സാധനങ്ങളൊക്കെ വലിച്ചൂരി എടുത്തിട്ട് പുറകിലാക്കുന്നുണ്ട്. പക്ഷേ ഇത് രണ്ടാമത് സെറ്റ് ചെയ്യണമല്ലോ. ഏതായാലും ഉണ്ണി അതിനകത്ത് മിടുക്കനാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം വലിയ വലിയ വാഹനങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. എന്നാലും ഞാനതുകൊണ്ടാണ് ഉണ്ണിയെ കൂടുതലായിട്ടും സെലക്ട് ചെയ്തത്. മറ്റാർക്കും കൊടുക്കാതെ ഉണ്ണിക്ക് തന്നെ ഈ ഒരു വർക്ക് കൊടുത്തതും. ഞാൻ ഉണ്ണിയോട് പറഞ്ഞിരുന്നു, നമുക്കൊരിതുപോലെ സെറ്റ് ചെയ്യുന്ന വീഡിയോ നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. കാരണം മറ്റുള്ളവർക്കും അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ രീതിയിലായിരിക്കും മറ്റുള്ള വാഹനങ്ങളും വരുന്നത്. അപ്പോൾ അതേ രീതിയിലുള്ള അഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും അതുപോലെ തന്നെ ക്രേസ് ഉള്ളവർക്കും ഒക്കെ. ഇപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ ഇത് അഴിച്ച് കാണാനും ഇത് സെറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ക്രേസ് എനിക്ക് കൂടുതലായിട്ടുള്ളത് കൊണ്ടാണ് ഞാനിത് അഴിച്ചത്. അല്ല, ഞാനിത് ഒരു ഓട്ടോമൊബൈൽ വർക്ക് പഠിച്ചിട്ടുള്ള ഒരാളല്ല. നമ്മൾ മറ്റു വർക്കുകളും ടെക്നിക്കൽപരമായിട്ടുള്ള ആ ഒരു നോളജ് ഉള്ളതിൻ്റെ പേരിലാണ് എനിക്ക് ഇൻട്രസ്റ്റ് വന്നത്. കാരണം എൻ്റെ വീട്ടിലിട്ട് തന്നെ ഈ ഒരു വാഹനം അഴിച്ച് ഇതൊന്ന് സെറ്റ് ചെയ്ത് എനിക്ക് തന്നെ ചാർജ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഉണ്ണിയെ വിളിച്ചിട്ട് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് മൊത്തം അഴിക്കണം. കാരണം ഇത് ഞാൻ അഴിച്ചാൽ അത് ശരിയാവത്തില്ല എന്നെനിക്കാണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫ്രണ്ട് സൈഡ് ഓപ്പൺ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഉണ്ണിയെ വിളിച്ചത്. അപ്പോൾ ഉണ്ണി ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അഴിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് അഴിക്കാൻ ഇതുപോലെ വാഹനങ്ങൾ അഴിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം. കാരണം ഇതിൻ്റെ പല കാര്യങ്ങളും ഇതിനകത്ത് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അതൊക്കെ അറിഞ്ഞിട്ട് അല്ലെ ഇതുപോലെ തന്നെ പതുക്കെ ഊരി എടുത്തു കഴിഞ്ഞാൽ പീസായിട്ട് ഇത് മൊത്തം എടുക്കാം കേട്ടോ, മൊത്തം സാധനം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു നമ്മൾ ഡ്രൈവർ ഇരിക്കുന്നതിൻ്റെ ആ ഫ്രണ്ട് സൈഡിലൊക്കെ എന്തൊക്കെ സാധനം ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഉണ്ണി ഈ ചൂട് സമയത്തൊക്കെ എന്ന് പറയാൻ നല്ല കഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് അതിനകത്ത് കയറി അതിൻ്റെ പല കാര്യങ്ങളും ഞാൻ അവിടെ ഇരുന്നിട്ട് ഈ ഒരു ക്യാമറയായിട്ട് ഇത് ഷൂട്ട് ചെയ്ത് അതിശയമായിട്ട് നോക്കുന്നുണ്ട്. കാരണം ഉണ്ണി ഈ കൈയും കാലും ഒക്കെ ഇട്ട് എവിടെയൊക്കെയാണ് ഇത് കയറ്റിക്കൊണ്ട് പോകുന്നത്. ഒരുപാട് സ്ക്രൂകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. കൈയും കാലും കയറാത്തിടത്തും ഒക്കെ അതിൻ്റെ പല ലോക്കുകളും ഒക്കെ ഉണ്ട്. പക്ഷേ ഉണ്ണിക്ക് അതിനെപ്പറ്റി നല്ല വ്യക്തമായ ധാരണ ഉള്ളത് കൊണ്ടാണ് ഉണ്ണി അത് പടപടാന്ന് എല്ലാം അഴിച്ചു. അതുപോലെ തന്നെ വളരെ വേഗത്തിൽ തന്നെ ഇതെല്ലാം അഴിച്ചു മാറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കൂളിംഗ് കോയിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ ഒരു 2-3 പാർട്ടായിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് പാർട്ടിൽ ഈ ഒരു ഡാഷ്ബോർഡ് മൊത്തം ഇളക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോ ആണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകാൻ അതുപോലെ തന്നെ ഇനി ഇളക്കുന്നവർക്ക് ഇതുപോലെ തന്നെ ഇളക്കി കണ്ടു പഠിക്കുവാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓരോ സെക്ഷൻ ബൈ സെക്ഷനാണ് ഇത് ഊരിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് തുടർന്ന് നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഡാഷ്ബോർഡ് നമ്മൾ എങ്ങനെ ഇളക്കുന്നു. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മാത്രം ഇളക്കുന്നില്ല കേട്ടോ, സ്റ്റിയറിംഗ് അതേപോലെ തന്നെ വെച്ചിട്ടാണ് ഇളക്കുന്നത്. ഈ ഇതിൻ്റെ ആ സെൻറ്റർ ഭാഗത്ത് വേറൊരു ബോക്സ് ഉണ്ട്. അതിനകത്താണ് നമ്മുടെ ഈ ഒരു കൂളിംഗ് കോയിലും അതുപോലെ തന്നെ നമ്മുടെ ബ്ലോവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് പ്രത്യേകമായിട്ട് വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാറുണ്ട്. ഇതിനകത്ത് നമുക്ക് തണുപ്പുള്ള സമയത്ത് ചൂട് കാറ്റ് വരാൻ വേണ്ടിയുള്ള ഒരു ഹീറ്റിംഗ് പ്രോസസ്സിങ് കൂടെ ഇവിടെ ഒരു നടക്കുന്നുണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്ത് ബട്ടൺ മാറ്റുമ്പോൾ തന്നെ നമുക്ക് ചൂട് കാറ്റ് അകത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ചൂട് കാറ്റ് എങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഈ വാഹനം ഇളക്കിയപ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിച്ചത് കേട്ടോ. മറ്റ് വാഹനങ്ങൾ പണിയുന്ന മേശന്മാർക്കും അല്ലെങ്കിൽ അതുപോലുള്ള പണി പഠിക്കുന്നവർക്കൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും. കാരണം അങ്ങനെ ഒരു സിസ്റ്റമാണ്. ഞാൻ ആദ്യം വിചാരിച്ച ഹീറ്റിംഗ് കോയിലോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ ആയിരിക്കും ഇതിനകത്ത് ഈ ഹീറ്റ് വരുന്നത്. നമുക്ക് തണുപ്പുള്ള സമയത്ത് നമ്മുടെ ഗ്ലാസ്സൊക്കെ ഒന്ന് തെളിയാൻ വേണ്ടി അങ്ങനെ കൊടുക്കാൻ. അപ്പോൾ ഇതിനകത്ത് ഞാൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഡിയേറ്ററിൽ നിന്ന് വരുന്ന അതേപോലെ ചെറിയ ഒരു റേഡിയേറ്ററിൻ്റെ വളരെ ചെറുതായിട്ടുള്ളൊരു സാധനം കൂടെ ഈ ഒരു എ സിയുടെ ആ കോയിലിരിക്കുന്നതിൻ്റെ പാർട്ടിനോട് ആ ബോക്സിനോട് ചേർന്ന് അതിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ റേഡിയേറ്ററിൽ ഒഴിക്കുന്ന കൂളൻ്റ് ഈ ഒരു പാർട്ടിനകത്ത് വന്ന് ആ ചൂട് ഇതിനകത്ത് നിൽക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു നോബ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് തണുപ്പ് വേണ്ടെന്നുണ്ടെങ്കിൽ ആ ചൂട് നമുക്ക് ഇതിനകത്തേക്ക് തള്ളിത്തരും. അപ്പോൾ അവിടെ ഹീറ്റിംഗ് കോയിലല്ല ഉപയോഗിക്കുന്നത്. ഈ വാഹനത്തിൽ തന്നെ വാഹനത്തിൻ്റെ റേഡിയേറ്ററിൻ്റെ ആ ഒരു ചൂടാണ് നമുക്ക് ഇതിനകത്തേക്ക് തരുന്നത്. അപ്പോൾ ആ കൂളൻ്റ് നമ്മൾ റേഡിയേറ്ററിൽ ഒഴിക്കുന്ന ആ ഒരു കൂളൻ്റ് ഇതിനകത്തൂടെ വന്ന് ഇറങ്ങുന്നുണ്ട്. അതായത് ഈ ഒരു പാർട്ട് ഈ ഫ്രണ്ട് പീസ് ഇത്ര ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ആ കൂളിംഗ് കോയിലിൻ്റെ ആ ഒരു ബോക്സും കൂടെ അഴിക്കാനുണ്ട്. അതായത് ഇതിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. ആ ബോക്സ് അഴിക്കുമ്പോഴാണ് നമുക്ക് അതിനകത്ത് കാണുന്നത്. ആ ബോക്സ് അഴിച്ചെടുക്കണമെങ്കിൽ തന്നെ നമ്മൾ ആ ബാക്ക് സൈഡിൽ, അതായത് ഇതിപ്പോൾ നമ്മളിപ്പം ഫ്രണ്ട് സൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സ്റ്റിയറിംഗ് ഇരിക്കുന്ന സാധനം. അപ്പോൾ ഇതിൻ്റെ ഡാഷ്ബോർഡ് നമ്മൾ ഫ്രണ്ട് സൈഡ് നമ്മൾ തുറന്ന് എൻജിൻ ഭാഗത്തേക്ക് തുറന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ എ സിയുടെ 2 പൈപ്പുണ്ട്, ഡിസ്ചാർജ് കൊണ്ട് സെക്ഷനുണ്ട്. അത് ഒരു ബോൾട്ട് നമ്മൾ ഊരിയെടുക്കണം. അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഇടത് സൈഡിലായിട്ട് നമുക്ക് ഇതിനകത്ത് ഈ ഒരു ഹീറ്റിങ്ങിൻ്റെ 2 പൈപ്പ് ഉണ്ടാവും.
അപ്പോൾ അതിനും 2 ലോക്കുണ്ട്. ആ ലോക്ക് നമ്മൾ പ്ലയർ വെച്ചിട്ട് പ്രസ് ചെയ്ത് അതിനെ നീക്കിയതിന് ശേഷമാണ് ആ ഒരു 2 ഹോസ് ഊരിയെടുക്കുന്നത്. അതായത് റേഡിയേറ്ററിൽ നിന്ന് വരുന്ന പോലെ അത് ആ ഒരു കൂളൻ്റ് ഈ ഒരു ഹീറ്റിംഗ് കോയിലിനകത്ത്, ഹീറ്റിങ്ങിൻ്റെ ആ ഒരു പാർട്ടിനകത്തോട്ട് പോകുന്നത്. അതും കൂടി ഊരിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ബോക്സ് ഊരിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എല്ലാ പാർട്ടുകളും, ഈ ഫ്രണ്ട് സൈഡ് ഊരണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒട്ടുമിക്ക കാര്യങ്ങൾ ഊരിയെടുക്കണം കേട്ടോ. ഒരു കുറേയധികം സ്ക്രൂകളുണ്ട്, അതുപോലെ തന്നെ ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഊരിയെടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു പാർട്ട് ബോക്സ് ഉള്ളിലേക്ക് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ബോക്സ് എടുക്കുന്നതിന് വേണ്ടിയാണ് ഉണ്ണി ഇവിടെ കിടന്ന് ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അന്നേരം ഇതെല്ലാം ഷൂട്ട് ചെയ്യുകയാണ്. കാരണം ഒരാൾക്ക് ഊരി എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിസ്സാരമായിട്ടല്ല ഈ ഒരു കൂളിംഗ് കോയിൽ കാണേണ്ടത് എന്നുള്ളതാണ്. കാരണം ഒരു കൂളിംഗ് കോയിൽ അഴിച്ച് സെറ്റ് ചെയ്യുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നമ്മളൊരു വർക്ക്ഷോപ്പിൽ ചെല്ലുമ്പോൾ അതിനൊരു കോസ്റ്റ് അവർ പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് അത് നിസ്സാരമല്ല. കാരണം അതുപോലെ ഇതിനകത്ത് അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫ്രണ്ട് സൈഡ് മൊത്തം അഴിച്ചെടുക്കണമെങ്കിൽ നല്ല മണിക്കൂറുകളോളം ഇതിനകത്ത് പരിശ്രമിച്ചാൽ മാത്രമേ ഈ ഒരു ഫ്രണ്ട് സൈഡ് ഇത്ര ഊരിയെടുക്കാൻ ഒക്കൂ എന്നുള്ളത് എനിക്കത് നേരിൽ കണ്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയത്. കാരണം മറ്റുള്ളവർക്ക് മനസ്സിലാകണം ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ. ഈ ഒരു പാർട്ട് ഇങ്ങനെ ഒരു AC ഒക്കെ റിപ്പയർ ചെയ്യുന്ന സമയത്തും ഇതിൻ്റെ കൂളിംഗ് കോയിലും മാറ്റുന്ന സമയത്തും ഒക്കെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ അങ്ങനെ ഓരോ പീസുകൾ ഇളക്കുവാണ് കേട്ടോ. ഉണ്ണി കുറേയധികം ബുദ്ധിമുട്ടി പരിശ്രമിച്ചാണ് ഈ ഒരു പീസുകൾ ഇളക്കുന്നത്. കാരണം ലോക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഉരുവാൻ ചിലത് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ ഒരു വാഹനം വാങ്ങിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പിന്നെ വർക്ക് നടക്കുന്നത്. കാരണം ഇങ്ങനൊരു കൂളിംഗ് കോയിൽ ഇളക്കുന്നതും അതിനെക്കുറിച്ചുള്ള ഒരു ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. കാരണം ഇതുവരെ ഇളക്കാത്ത പീസ് ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കണ്ടോളൂ. ഇതിൻ്റെ അടുത്ത പാർട്ട് ഉടനെ തന്നെ ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് കൂളിംഗ് കോയിൽ ഈ ഫ്രണ്ട് സൈഡ് മൊത്തം ഇളക്കുന്നതായിട്ടുള്ളതാണ് ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അടുത്തതിനകത്ത് നമ്മുടെ കൂളിംഗ് കോയിലൊക്കെ അഴിക്കുന്നതും കൂളിംഗ് കോയിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് ഇതിനകത്ത് അടുത്ത എപ്പിസോഡിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞുള്ള എപ്പിസോഡിൽ നമ്മുടെ കണ്ടൻസർ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ റേഡിയേറ്റർ ഊരുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത ഒരു പാർട്ടിൽ ഉൾപ്പെടുത്തും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കണ്ടോളൂ. ഉണ്ണി ഇത് കണ്ടോ പരിശ്രമിച്ച് ഇളക്കുകയാണ്. ഇളക്കിയെടുത്ത് നമുക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണിയോടുള്ള പ്രത്യേക ഒരു നന്ദി നമ്മളിതിനകത്ത് രേഖപ്പെടുത്തുന്നു. അപ്പം വീഡിയോ നിങ്ങൾ തുടർന്ന് കാണുക, സ്കിപ്പ് ചെയ്യാതെ. അഴിക്കാൻ ആവശ്യമുള്ളവർക്കൊക്കെ ഇതുപോലെ തന്നെ അഴിച്ച് മനസ്സിലാക്കാം എങ്ങനെയാണ് അഴിക്കുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടോളൂ സുഹൃത്തുക്കളെ. അടുത്ത പാർട്ട് ഉടനെ തന്നെ ഇതിനകത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.